Good morning all. Today we are going to see the next topic, the superscalar and vector processor. In this video we are only discussing about superscalar processor. The next session will be discussing the vector processor. So superscalar, the basic scalar processors we have already discussed. What is that scalar processor? We have already seen the CISC and the RISC processors. Those are scalar processors. So scalar, just a scalar processors are those are processors which can execute only, we can execute one instruction per cycle. ഓക്കെ, ഒരു സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഇഷ്യൂ ചെയ്ത് അതിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ളൂ. ഓക്കെ, അതാണ് സ്കെയിലർ പ്രോസസ്സർ. അപ്പോൾ സ്കെയിലർ പ്രോസസ്സേഴ്സ് ആർ ദോസ് വിച്ച് ക്യാൻ എക്സിക്യൂട്ട് ഓൺലി വൺ ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ. ഓക്കെ, അപ്പോൾ സൂപ്പർ സ്കെയിലർ എന്തായിരിക്കും? സൂപ്പർ സ്കെയിലർ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒരു സൈക്കിളിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലർ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിൽ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. സൂപ്പർ സ്കെയിലർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഒരു സൈക്കിളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഫോർ സ്കെയിലർ പ്രോസസ്സറാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ട റിസ്ക്കും സിസ്ക്കും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിൻ്റെ കുറേ എക്സാമ്പിൾ നമ്മൾ ആർക്കിടെക്ചറും വരച്ചായിരുന്നു അല്ലേ? അതെല്ലാം സ്കെയിലറാണ്. ഓക്കെ, ഇത് സൂപ്പർ സ്കെയിലറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Let us see the introduction part. A CISC or a RISC scalar processor can be improved with a superscalar or vector architecture. നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്ക്കും റിസ്ക്കും സ്കെയിലാർ പ്രോസസ്സേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും. എന്തുകൊണ്ടുവന്നാൽ സൂപ്പർ സ്കെയിലാർ അല്ലെങ്കിൽ വെക്റ്റർ പ്രോസസ്സിംഗ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടെക്നോളജീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ റിസ്കിലെയും സിസ്കിലെയും കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഓക്കെ, സ്പീഡും കൂട്ടാൻ പറ്റും. ഓക്കെ, സ്കെയിലർ പ്രോസസ്സർ എന്താണെന്നാണ് പറയുന്നത്. സ്കെയിലർ പ്രോസസ്സേഴ്സ് ആർ ദോസ് എക്സിക്യൂട്ടിംഗ് വൺ ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ. സ്കെയിലർ പ്രോസസ്സേഴ്സിൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സൈക്കിളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ പറ്റുള്ളൂ. ഓൺലി വൺ ഇൻസ്ട്രക്ഷൻ ഈസ് ഇഷ്യൂഡ് പെർ സൈക്കിൾ. ഒരു ഇൻസ്ട്രക്ഷനെ നമുക്ക് ഒരു സൈക്കിളിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ആൻഡ് ഓൺലി വൺ കംപ്ലീഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഫ്രം ദ പൈപ്പ് ലൈൻ പെർ സൈക്കിൾ. ഓക്കെ, അതായത് എക്സിക്യൂഷന് ഒരു സൈക്കിളിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂഷന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. വേറൊരു സൈക്കിളിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിളിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് തുടങ്ങുകയും മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആവുകയും ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ സ്കെയിലർ പ്രോസസ്സർ. അത് വേണമെങ്കിൽ നമുക്ക് ആ കഴിഞ്ഞ തവണ പഠിച്ച ആ ഒരു പൈപ്പ് ലൈനിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇത് നോക്കുക, ഇത് ഒരു പൈപ്പ് ലൈനാണ്, ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. ഇൻസ്ട്രക്ഷന് 4 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? 4 അല്ല, 5 സ്റ്റേജസ് ഉണ്ട്. 1 2 3 4 5. അപ്പം ഈ 5 സ്റ്റേജസ് അടങ്ങിയിട്ടുള്ളതാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ഓരോ ക്ലോക്ക് സൈക്കിളാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ നോക്കുക. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? ഓൺലി ദ ഇൻസ്ട്രക്ഷൻ 1 ഈസ് പ്രോസസ്സിങ് അല്ലേ? ഇൻസ്ട്രക്ഷൻ 1-നകത്തുള്ള ഫെച്ചിങ് മാത്രമാണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിൽ അപ്പം ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഉണ്ട് ഇൻസ്ട്രക്ഷൻ 1 മാത്രമേ ഇവിടെ എക്സിക്യൂഷൻ തുടങ്ങിയിട്ടുള്ളൂ. എക്സിക്യൂഷൻ അല്ല, അതിൻ്റെ ഇഷ്യൂയിങ് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻ 1 മാത്രമാണ് എന്ത് ചെയ്തത്? കംപ്ലീറ്റ് ചെയ്തത്. വേറെ ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇൻസ്ട്രക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്തോ ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിളിൽ? ഇല്ല. ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിളിൽ ഇൻസ്ട്രക്ഷൻ 3 എക്സിക്യൂഷൻ കഴിഞ്ഞോ? ഇല്ല. ഇത് കഴിഞ്ഞോ? ഇല്ല. ഇതും കഴിഞ്ഞില്ല. അപ്പം ഒരു പർട്ടിക്കുലർ ക്ലോക്ക് സൈക്കിളിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ തുടങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുകയോ ചെയ്തുള്ളൂ. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് തുടങ്ങുകയും മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആവുകയോ ചെയ്തില്ല. ക്ലിയർ? അതാണ് ഒരു സ്കെയിലർ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു സ്കെയിലർ പ്രോസസ്സറിൻ്റെ പൈപ്പ് ലൈനിങ് സ്കീം. ഇത് നമ്മൾ റിസ്കിൽ പഠിച്ച പൈപ്പ് ലൈനിങ് സ്കീമാണ്. ഓക്കെ, 5 സ്റ്റേജ് പൈപ്പ് ലൈനിങ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. ആ സെയിം കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ സ്കെയിലർ പ്രോസസ്സർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് നൗ ക്ലിയർ, റൈറ്റ്? നൗ നെക്സ്റ്റ് ഈസ്
Superscalar processor. What do you mean by superscalar processor? Multiple instructions are issued per cycle and multiple results are generated per cycle. അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒരു ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്ങിനോ ഏതെങ്കിലും ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് അത് ഇഷ്യൂ ചെയ്യിപ്പിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒരു ക്ലോക്ക് സൈക്കിളിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ റിസൾട്ട് ജനറേറ്റ് ആവുകയും ചെയ്യും. അതായത് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ട സ്കെയിലാറിൽ സിംഗിൾ ഇൻസ്ട്രക്ഷൻ മാത്രമേ തുടങ്ങുന്നുള്ളൂ. ഒരു പർട്ടിക്കുലർ ക്ലോക്ക് സൈക്കിളിൽ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ മാത്രമേ തുടങ്ങുന്നുള്ളൂ. മറ്റേ പർട്ടിക്കുലർ ക്ലോക്ക് സൈക്കിളിൽ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ ക്ലോക്ക് സൈക്കിളിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ക്യാൻ ഇഷ്യൂ. അറ്റ് ദ സെയിം ടൈം അറ്റ് എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ക്യാൻ ജനറേറ്റ് ദ റിസൾട്ട്. ഓക്കെ, അതാണ് സൂപ്പർ സ്കെയിലർ പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഇപ്പോൾ വെക്റ്റർ പ്രോസസ്സർ എന്താണ്? വെക്റ്റർ പ്രോസസ്സർ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഹാൻഡ്ലിങ് അറേ ഓഫ് ഡാറ്റ. ഓക്കെ, വെക്റ്റർ പ്രോസസ്സിങ്, വെക്റ്റർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാൻഡ്ലിങ് അറേസ് ഓഫ് ഡാറ്റ. വെക്റ്റർ പ്രോസസ്സർ എക്സിക്യൂട്ട്സ് വെക്റ്റർ ഇൻസ്ട്രക്ഷൻസ് ഓൺ അറേസ് ഓഫ് ഡാറ്റ. ക്ലിയർ? അത് നമ്മൾ അടുത്ത സെഷനിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്, വെക്റ്ററിനെ കുറിച്ചുള്ള. Okay, now we can go into the details of superscalar processor. It is designed to exploit the instruction level parallelism in the user programs. നമുക്ക് ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് മാക്സിമം പാരലലിസം കൊണ്ടുവരാൻ ഉള്ള ഒരു ടെക്നോളജിയാണ് സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് പലതരം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ സമയത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓൺലി ദ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ പാരലൽ ആണല്ലോ. ദാറ്റ് ഈസ് ദ ബേസിക് കോമൺ സെൻസ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2, 2 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ 1 ആൻഡ് ഇൻസ്ട്രക്ഷൻ 2, ഇൻസ്ട്രക്ഷൻ 1 ആൻഡ് ഇൻസ്ട്രക്ഷൻ 2. അപ്പോൾ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസും ഇഫ് ദേ ആർ ഡിപ്പെൻഡൻറ്റ് ദേ കനോട്ട് ബി എക്സിക്യൂട്ടഡ് ഇൻ പാരലൽ. ഇൻസ്ട്രക്ഷൻ 1 ആൻഡ് ഇൻസ്ട്രക്ഷൻ 2 ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ പാരലൽ ഓൺലി ഇഫ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. എന്താണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ്റെ റിസൾട്ട് ചിലപ്പം ഈ ഇൻസ്ട്രക്ഷൻ 1ഉം ഇൻസ്ട്രക്ഷൻ 2 എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ 1 എന്നുള്ള റിസൾട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ ഇവിടെ കൊടുക്കേണ്ടി വരും. അതാണ് ഡിപ്പെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നുമില്ലാത്ത ഇൻസ്ട്രക്ഷൻസാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അതാണ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ പാരലൽ. ഈ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ ഓഫ് ഡിഗ്രി എം, ഇവിടെ നമുക്കൊരു യൂണിറ്റ് ഉണ്ട്, ഡിഗ്രി എം. ഈ എം എന്താണ് സൂചിപ്പിക്കുന്നത്? എം എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ. അതായത് എ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ ഓഫ് ഡിഗ്രി എം ക്യാൻ ഇഷ്യൂ എം ഇൻസ്ട്രക്ഷൻസ് പെർ സൈക്കിൾ. ഒരു സൈക്കിളിൽ എം ഇൻസ്ട്രക്ഷൻസ് അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഷ്യൂ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അതാണ് ഈ ഡിഗ്രി എം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ എക്സിക്യൂട്ട് എം ഇൻസ്ട്രക്ഷൻ പെർ ക്ലോക്ക് സൈക്കിൾ. ഒരു ക്ലോക്ക് സൈക്കിളിൽ എം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. Superscalar processors were originally developed as an alternative to vector processors. നമ്മുടെ വെക്ടർ പ്രോസസ്സറിന് ഓൾട്ടർനേറ്റീവ് തന്നെയാണ് ഈ പറഞ്ഞ സൂപ്പർ സ്കെയിലർ. കാരണം രണ്ടും ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ക്യാൻ ഹാവ് ഹാൻഡ്ലിങ് അറേ കാൽക്കുലേഷൻസ് എല്ലാം ഈ വെക്ടർ പ്രോസസ്സേഴ്സാണ്. അങ്ങനെ അല്ലാത്തതെല്ലാം സൂപ്പർ സ്കെയിലറിലോട്ടും പോകും. അപ്പോൾ ഇത് ഒരു വെക്ടർ പ്രോസസ്സറിന് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സൂപ്പർ സ്കെയിലർ പ്രോസസ്സറിന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ വെക്ടറിന് മുമ്പായിട്ട് ഈ സൂപ്പർ സ്കെയിലറാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ വെക്ടർ പ്രോസസ്സർ വന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ പൈപ്പ് ലൈനിങ് സ്റ്റേജ് ഇൻ എ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ബോക്സ് എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷൻസാണ് ഉണ്ട്. I1, I2, I3, I5, I6, I4, I5, I6, I7, I8, I9, I10, I11, I12. ഓക്കെ, 12 ഇൻസ്ട്രക്ഷൻസാണ് ഇവിടെ ഉള്ളത്.
അപ്പോൾ ഒരു സൈക്കിളിൽ എത്ര ഇൻസ്ട്രക്ഷൻസാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് നോക്കിക്കേ. ഇവിടെ ഇതൊരു സൈക്കിളാണ് കേട്ടോ. ഇവിടെ ഒരു സൈക്കിളിൽ ഇൻസ്ട്രക്ഷൻ 1, 2 and 3 ഇത് 3 ഇഷ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഹിയർ ദ എം വാല്യൂ ഈസ് ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ് ഇവിടെ. ഓക്കെ, ഈ ഓരോ ബോക്സിനകത്തുള്ള എന്താണെന്നുള്ളത് സ്റ്റേജസ് ആണ്, ഓരോ സ്റ്റേജസ് ആണ്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക് 4 സ്റ്റേജാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ 4 സ്റ്റേജ് പൈപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത്. ക്ലിയർ. അപ്പോൾ ഈ ടൈം ഇവിടെ ഈ എക്സ് ആക്സിസിൽ ടൈമാണ് പറഞ്ഞേക്കുന്നത്, അതായത് ക്ലോക്ക് സൈക്കിൾ. ഇപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഇറ്റ് ഈസ് ഇഷ്യൂയിങ് 3 ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, മറ്റേ സ്കെയിലർ ആയിരുന്നെങ്കിൽ ഇവിടെ 1 ഉണ്ടാകത്തുള്ളായിരുന്നു. ഇപ്പോൾ സൂപ്പർ സ്കെയിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, 3 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി ക്ലോക്ക് സൈക്കിൾ 1, 2, 3, 4. Look at the fourth clock cycle. In the fourth clock cycle, the 3 instructions are completing their execution. Okay, 3 ഇൻസ്ട്രക്ഷൻസ് I1, I2, I3 അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ക്ലിയർ, അതാണ് സംഭവം. അപ്പോൾ ഇവിടെ എന്താണ്, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ക്യാൻ ഇഷ്യൂ ആൻഡ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ക്യാൻ കംപ്ലീറ്റ് ആൻഡ് ഷോ ദെയർ റിസൾട്ട്, പ്രൊഡ്യൂസ് ദെയർ റിസൾട്ട് at the same clock cycle, in a clock cycle, in a particular clock cycle. ഓക്കെ, അപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ കണക്കാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ക്ലോക്ക് സൈക്കിളിൽ 3 ഇൻസ്ട്രക്ഷൻ ക്യാൻ ഇഷ്യൂ ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ക്ലോക്ക് സൈക്കിൾ 3 ഇൻസ്ട്രക്ഷൻസ് ക്യാൻ പ്രൊഡ്യൂസ് ദെയർ റിസൾട്ട്. ക്ലിയർ, മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് ദ പൈപ്പ് ലൈനിങ് സ്റ്റേജ് ഇൻ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. ദ ഫിഗർ ഷോസ് എ 3 issue m equal to 3 superscalar pipeline, m instructions execute in parallel. അപ്പോൾ ഇവിടെ എന്താണ്, m ഇൻസ്ട്രക്ഷൻസ് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഹിയർ ദ m വാല്യൂ ഈസ് 3. 3 ഇൻസ്ട്രക്ഷൻസ് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ 3 ഇൻസ്ട്രക്ഷൻസും ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. അതുകൊണ്ട് മാത്രമാണ് ഇത് 3ഉം പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. ക്ലിയർ? ഇനി a superscalar processor of degree m can issue m instructions per cycle. In this sense, the base scalar processor implemented either in RISC or CISC has m equal to 1. ഓക്കെ, അപ്പോൾ സൂപ്പർ സ്കെയിലർ പ്രോസസ്സറിൽ ഈ ഡിഗ്രി എം അല്ലെങ്കിൽ ഈ ഡിഗ്രി എം എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ഇറ്റ് ടെൽസ് ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ എക്സിക്യൂട്ട് പെർ സൈക്കിൾ. അതായത് എം ഇൻസ്ട്രക്ഷൻസ് അതിന് ഒരു സൈക്കിളിൽ ഇഷ്യൂ ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഒരു സ്കെയിലർ പ്രോസസ്സറിൽ ഈ എം വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് 1 അല്ലേ. എം വാല്യൂ ഈസ് ഓൾവേസ് 1. അതാണ് ഇതിൻ്റെ ഈ പൈപ്പ് ലൈനിൽ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ 1, 2, 3, 4, 5 5 ഇൻസ്ട്രക്ഷനുണ്ട്. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഇൻസ്ട്രക്ഷൻ 1 മാത്രമല്ലേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. വേറെ ഏതെങ്കിലും ഇഷ്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ അത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി ക്ലോക്ക് സൈക്കിൾ 5, 1, 2, 3, 4, 5 ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിളിൽ ഇൻസ്ട്രക്ഷൻ 1 മാത്രമല്ലേ ഫിനിഷ് ആവുന്നുള്ളൂ അല്ലേ. ക്ലോക്ക് സൈക്കിൾ 6ൽ ഇൻസ്ട്രക്ഷൻ 2 മാത്രമേ ഫിനിഷ് ആവുന്നുള്ളൂ, വേറെ ഒന്നും ഫിനിഷ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എം വാല്യൂ എന്ന് പറയുന്നത്, അതായത് ബേസ് സ്കെയിലർ പ്രോസസ്സറിൽ നമ്മളെ എം വാല്യൂ, ദ ഡിഗ്രി ഈസ് ഓൾവേസ് 1. Okay, that means that he can issue only 1 instruction per clock cycle. Clear? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. ദ സെയിം കോൺസെപ്റ്റ്. ഓക്കെ, നൗ few more concepts. In order to fully utilize a superscalar processor of degree m instruction must be executed in parallel. Okay, നമുക്ക് ഫുള്ളി നമുക്ക് സൂപ്പർ സ്കെയിലറിനെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എം ഇൻസ്ട്രക്ഷൻസ് പാരലായിട്ട് ഡിഗ്രി എം ഉള്ള സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ ആണെങ്കിൽ എം ഇൻസ്ട്രക്ഷൻസ് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഡ്യൂ ടു ദ ഡിസയർ ഫോർ ഹൈ ഡിഗ്രി ഓഫ് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസം ഇൻ പ്രോഗ്രാം, ദ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ ഡിപ്പെൻഡ്സ് മോർ ഓൺ ആൻ ഒപ്റ്റിമൈസ്ഡ് കമ്പൈലർ ടു എക്സ്പ്ലോയ്റ്റ് ദ പാരലലിസം. അപ്പോൾ ഈ പാരലലിസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലലിസമാണ് അല്ലേ. ഈ പാരലലിസം ശരിക്കും പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ലെവലിലാണ് നമ്മൾ പാരലലിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ I1, I2, I3 എന്ന് പറയുന്ന 3 ഇൻസ്ട്രക്ഷൻസ്
ഇത് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലിസം മോഡലിലാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് ആണെങ്കിൽ മാത്രമേ ഇത് 3നെ നമുക്ക് ഒരുമിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ചൂസ് ചെയ്ത് അത് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഒപ്റ്റിമൈസിങ് കമ്പൈലേഴ്സ് വേണം. ഓക്കെ, ഒപ്റ്റിമൈസിങ് കമ്പൈലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ പല റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പല ടേംസുകൾ കാണും. ഓക്കെ, അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഫാസ്റ്റർ റണ്ണിങ് കോഡാക്കി മാറ്റണമെങ്കിൽ വി റിക്വയർ എ ഒപ്റ്റിമൈസിങ് കമ്പൈലർ. അപ്പോൾ ആ ഒപ്റ്റിമൈസിങ് കമ്പൈലർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിന് ഒരു പാരലിസം നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് ഒരുപാട് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടാവും, പിന്നെ കുറേ അൺവാണ്ടഡ് ലൂപ്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ ഫാക്ടേഴ്സിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അത് എലിമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ക്യാൻ ബി ഡൺ ഓൺലി ബൈ ആൻ ഒപ്റ്റിമൈസിങ് കമ്പൈലർ. ഓക്കെ, ഒപ്റ്റിമൈസിങ് എ കോഡ് അല്ലെങ്കിൽ ഒപ്റ്റിമൈസിങ് എ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാസ്റ്റർ റണ്ണിങ് കോഡാക്കി മാറ്റുന്നതിനാണ് ഒപ്റ്റിമൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്റ്റിമൈസിങ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരലിസം, ഇൻസ്ട്രക്ഷൻ ലെവൽ പാരലിസം നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വി റിക്വയർ ആൻ ഒപ്റ്റിമൈസിങ് കമ്പൈലർ. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. കുറച്ചുകൂടെ തിയറീസ് അഡീഷണൽ പറഞ്ഞു എന്നേ ഉള്ളൂ, കാരണം ഇത് നമുക്ക് എസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക് കാര്യം മാത്രം പറഞ്ഞാൽ പോലെ ഇതുപോലത്തെ കുറച്ച് തിയറീസും കൂടെ അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് ഈസ് ദ ടിപ്പിക്കൽ സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചർ ഫോർ എ റിസ്ക് പ്രോസസ്സർ. റിസ്ക് പ്രോസസ്സറിൽ സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു പ്രോസസ്സറാണ്. ഓക്കെ, റിസ്ക് ആണ്, ഇതിൽ സൂപ്പർ സ്കെയിലറും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വലിയ ഫിഗറായിട്ട് തോന്നും, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ നമുക്ക് 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, 2 യൂണിറ്റുകളുണ്ട്. ഇൻറ്റിജർ യൂണിറ്റ് ഉണ്ട്. ദിസ് ഈസ് ദ ഇൻറ്റിജർ യൂണിറ്റ് പാർട്ട്. അത് അവർ നല്ല രീതിയിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പം ഇൻറ്റിജർ യൂണിറ്റാണ് ഈ പാർട്ട്. ദിസ് ഈസ് ദ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ്. ഓക്കെ, ആ ഓരോ യൂണിറ്റിനും അതിൻ്റേതായിട്ട് ഇൻബിൽട്ടായിട്ടുള്ള ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട് ഫോർ പെർഫോമിങ് വേരിയസ് ഓപ്പറേഷൻസ്. ഓക്കെ, അതിൻ്റെ ഇൻറ്റീജർ ഓപ്പറേഷൻസിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഫങ്ഷണൽ യൂണിറ്റ്സുകൾ അതിൻ്റെ അകത്ത് ഇൻബിൽട്ടായിട്ട് ചിപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണിക്കുന്ന ബ്രാഞ്ച്, ALU, ഷിഫ്റ്റർ, ലോഡ്, സ്റ്റോർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റിലും നമുക്ക് എന്തുണ്ട്? അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്സ് അത് ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഫ്ലോട്ട് ആഡ്, ഫ്ലോട്ട് കൺവേർട്ട്, ഫ്ലോട്ട് മൾട്ടിപ്ലൈ, ഫ്ലോട്ട് ഡിവൈഡ്, ഫ്ലോട്ട് ലോഡ്, ഫ്ലോട്ട് സ്റ്റോർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് നോക്കുക. പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മെമ്മറി ഉണ്ട്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ക്യാഷ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്. ആ ക്യാഷിൽ നിന്നാണ് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ ക്യാഷിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നോട്ട് സിംഗിൾ ഇൻസ്ട്രക്ഷൻസ്, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ഈ ക്യാഷിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻസ്ട്രക്ഷൻ കമ്മിങ് ഫ്രം ദിസ് ക്യാഷ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഈസ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആർ കമ്മിങ് ഫ്രം ദ ഇൻസ്ട്രക്ഷൻ ക്യാഷ്. ഓക്കെ, അങ്ങനെ ഉള്ള മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ എവിടെയൊക്കെ കൊടുക്കുന്നു? ഇറ്റ് ഈസ് ബി ഫെഡ് ടു എ ഇൻറ്റിജർ യൂണിറ്റ് ആസ് വെൽ ആസ് ദ ഫ്ലോട്ടിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫങ്ഷണൽ യൂണിറ്റ്സ്. ഇവിടെ ചിലപ്പം 2 ഇൻസ്ട്രക്ഷൻസേ ചിലപ്പോൾ കൊടുക്കാൻ പറ്റത്തുള്ളായിരിക്കും. ഇവിടെ ചിലപ്പോൾ 4 എണ്ണം കൊടുക്കാൻ പറ്റുമായിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, എന്തായാലും ഈ ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ക്യാഷാണ്. ഓക്കെ, ക്ലിയർ? അപ്പം ഇതിനകത്ത് മൾട്ടിപ്പിൾ നമ്മൾ ഒരു ഇൻറ്റീജർ യൂണിറ്റിനകത്ത് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് എന്തുണ്ട്? ബസ്സസ് ഉണ്ട്. മൾട്ടിപ്പിൾ ഡാറ്റാ ബസ്സസ് ഈസ് എക്സിസ്റ്റിംഗ് എമംഗ് ദ ഫങ്ഷണൽ യൂണിറ്റ്സ്. ഈ ഫങ്ഷണൽ യൂണിറ്റ്സിനകത്ത് എന്ത് ചെയ്യുന്നു?
അപ്പോൾ ഇത് ഈ ഇൻറ്റിജർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ യൂണിറ്റാണ്. അതിനകത്ത് തന്നെ നമുക്ക് സബായിട്ട് ഒരുപാട് ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻറ്റേർണൽ ബസ് വഴിയാണ്. ഓക്കെ, ഇവിടെ അതുപോലെയാണ്, ഇൻറ്റേർണൽ ബസ് വഴി ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഡീകോഡർ ഉണ്ട്. ഡീകോഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻസ്ട്രക്ഷന് ഈ ഇൻറ്റിജർ യൂണിറ്റിനെ അറിയാവുന്ന ഭാഷയിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഡീകോഡർ. അതാണ് ഇവിടുത്തെ ഡീകോഡർ, ഇൻറ്റിജർ ഡീകോഡർ. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് അതുകൊണ്ട് ഡീകോഡർ ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഇത് 2 ലൈൻ വന്നിരിക്കുന്നുണ്ടോ? ഡീകോഡറിലോട്ട് ഇൻറ്റിജർ യൂണിറ്റിലെ ഡീകോഡറിലോട്ടും പോയിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഡീകോഡറിലോട്ടും പോയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ്റെ കൂടെ നമുക്ക് ഡാറ്റയും വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റ ക്യാഷ് ഉണ്ട്. ഡാറ്റ ക്യാഷ് കണക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ മെമ്മറിയിലേക്കാണ്. ഓക്കെ, അത് നമുക്ക് അഡ്രസ്സ് എടുക്കാം, നമുക്ക് ഡാറ്റയും എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയേണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ 2 സംഭവമാണ്. അതായത് രജിസ്റ്റർ ഫയൽസ് ഉണ്ടോ? ഈ 2 ഇൻസ്ട്രക്ഷൻ ഇൻറ്റിജർ യൂണിറ്റിലും ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിലും വി ആർ ഹാവിങ് 32 രജിസ്റ്റേഴ്സ്. ഇതിനകത്ത് ഈ രജിസ്റ്റർ ഫയൽസിന് ഇരിക്കുന്നതിൽ 32 രജിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ അതിനുപരിയായിട്ട് വി ആർ ഓൾസോ ഓൾറെഡി ഹാവിങ് റീഓർഡർ ബഫേഴ്സ്. ഓക്കെ, റീഓർഡർ ബഫർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ നമുക്കൊരു ഓർഡറാക്കി വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ ഉണ്ടാക്കാനാണ് നമ്മൾ റീഓർഡർ ബഫർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് വരുന്നതിന് ചിലപ്പോൾ ഒരു ഓർഡർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കറക്റ്റ് ഓർഡറിൽ നമ്മളത് സോർട്ട് ചെയ്തെടുക്കാനാണ് നമുക്കൊരു റീഓർഡർ ബഫർ വരുന്നത്. ഓക്കെ, അപ്പോൾ റീഓർഡർ ബഫർ എന്ത് ചെയ്യുന്നു? അപ്പോൾ നേരത്തെ അതിനൊരു ലുക്ക് അഹെഡ് ബഫറുണ്ട്. അതിനകത്ത് ലുക്ക് അഹെഡ് ബഫറുണ്ട്. ആ ലുക്ക് അഹെഡ് ബഫർ നേരത്തെയുള്ള ഇൻസ്ട്രക്ഷൻസിന് അല്ലെങ്കിൽ വരാൻ പോണ ഇൻസ്ട്രക്ഷൻസിന് അവർ നേരത്തെ നോക്കും, മുൻകൂട്ടി കണ്ടിട്ട് അതും കൂടെ എടുത്തിട്ട് ഇപ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷനായിട്ട് മാറ്റി റീഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ, റീഓർഡർ ബഫർ എന്ന് പറയുന്ന സംഭവം. അത് 2നും ഉണ്ട്, ഇൻറ്റിജർ യൂണിറ്റിനും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റിനും ഉണ്ട്. ക്ലിയർ? So this is the basic architecture of a superscalar system. ഓക്കെ, ഇത് റിസ്ക് പ്രോസസ്സറിൽ നമ്മൾ സൂപ്പർസ്കെയിലർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർക്കിടെക്ചറാണത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തിയറട്ടിക്കൽ ഫോമിൽ പറഞ്ഞിരിക്കുന്നത്. ദ ഇൻസ്ട്രക്ഷൻ ക്യാഷ് സപ്ലൈസ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ പെർ ഫെച്ച്. നമ്മുടെ ഇൻസ്ട്രക്ഷൻ ക്യാഷ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്ന് വരുന്നത്. ദി ആക്ച്വൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇഷ്യൂഡ് ടു ദ വേരിയസ് ഫങ്ഷണൽ യൂണിറ്റ് മേ വേരി ഇൻ ഈച്ച് സൈക്കിൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുക്കണം, എത്ര ഇൻസ്ട്രക്ഷൻ ഇൻറ്റീജർ യൂണിറ്റ് കൊടുക്കണം, എത്ര ഇൻസ്ട്രക്ഷൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് കൊടുക്കണം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്. ആ ഫങ്ഷണൽ യൂണിറ്റിൽ ആ സമയത്ത് എത്ര വേണ്ടത് എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് അവിടെ കൊടുത്തോളൂ. മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്സ് ആർ ബിൽഡ് ഇൻ ടു ദ ഇൻറ്റീജർ യൂണിറ്റ് ആൻഡ് ഇൻ ടു ദ ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ്. Okay, multiple functional units, these are the functional units. Okay, in integer unit have many functional units inbuilt. Also the floating point unit is also having many functional units inbuilt. Okay, multiple databases exist among functional units. അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ മൾട്ടിപ്പിൾ ബസസ്. ഓക്കെ, all functional units can be simultaneously used. ഈ functional units എല്ലാം can be used simultaneously. Okay, the maximum number of instruction issued per cycle ranges from 2 to 5. ഇത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അതായത് ഇതിൽ മാക്സിമം നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചിങ് ഫ്രം 2 to 5, മാക്സിമം 5 ഇൻസ്ട്രക്ഷൻസ് വരെ ഇതിന് പാരലായിട്ട് ഇഷ്യൂ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം 5, അതിൽ കൂടുതൽ പറ്റില്ല. ഓക്കെ, ഇനി രജിസ്റ്റർ ഫയൽസിൻ്റെ കാര്യം പറയുന്നു. രജിസ്റ്റർ ഫയൽസ് ഇൻ ഇൻറ്റിജർ യൂണിറ്റ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഈച്ച് ഹാവ് 32 രജിസ്റ്റേഴ്സ്. ഓക്കെ, 32 രജിസ്റ്റേഴ്സാണ് അതിനകത്ത് ഉള്ളത്. നൗ റീഓർഡർ ബഫറിന് നമുക്ക് റിസർവേഷൻ സ്റ്റേഷൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ റിസർവേഷൻ സ്റ്റേഷൻസ് ആൻഡ് റീഓർഡർ ബഫർ, നമ്മൾ ഈ പറഞ്ഞ റീഓർഡർ ബഫർ കണ്ടോ, ഈ സംഭവം. രജിസ്റ്റർ ഫയൽസിൻ്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് 32 രജിസ്റ്റർ ഫയൽസ് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈ റീഓർഡർ ബഫർ. ഇപ്പോൾ റീഓർഡർ ബഫർ എന്താണ്? ഈസ് യൂസ് ടു സപ്പോർട്ട് ഇൻസ്ട്രക്ഷൻ ലുക്ക് അഹെഡ് ആൻഡ് ഇൻറ്റേർണൽ ഡാറ്റ ഫോർവേഡിങ്. ഓക്കെ, നേരത്തെ
വരുന്ന ഇൻസ്ട്രക്ഷൻസ് മുൻകൂട്ടി കണ്ടിട്ട് അതിനെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇൻറ്റേർണൽ ബസ്സിലേക്ക് നമ്മളത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അതാണ് റിസർവേഷൻ സ്റ്റേഷൻ ആൻഡ് റീഓർഡർ ബഫേഴ്സ്. ഓക്കെ, ദീസ് ആർ യൂസ് ടു ഷെഡ്യൂൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ സൈമൾട്ടേനിയസ്ലി. മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസിനെ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് കൊടുക്കാനാണ് ഈ പറഞ്ഞ റീഓർഡർ ബഫർ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് എ സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചർ. വളരെ എളുപ്പമാണ്, നമ്മൾ ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഈ ഫിഗർ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്, വളരെ എളുപ്പമാണ്, നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള കോംപ്ലക്സിറ്റി ഇല്ല, എല്ലാം റിപ്പീറ്റിംഗ് സാധനങ്ങൾ തന്നെയാണ്. 2 ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്, ഇൻറ്റീജർ യൂണിറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ്, പിന്നെ അതിനകത്ത് കുറേ ഇൻബിൽട്ടായിട്ട് അഡീഷണലായിട്ട് ഓരോ ഫങ്ഷണൽ യൂണിറ്റിനകത്തും സബ്ബായിട്ട് കുറേ അഡീഷണൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. അത് മെൻഷൻ ചെയ്യുക, ഇവിടെ അതുപോലെ മെൻഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എടുക്കാനുള്ള മെമ്മറി, പിന്നെ ഇൻസ്ട്രക്ഷൻ ക്യാഷ്, അതുപോലെ ഡാറ്റ എടുക്കാനുള്ള മെമ്മറി, ഡാറ്റ ക്യാഷ്, പിന്നെ നമുക്ക് അഡീഷണലായിട്ട് വരുന്ന രജിസ്റ്റർ ഫയൽസും റീഓർഡർ ബഫറും അല്ലെങ്കിൽ റിസർവേഷൻ സ്റ്റേഷൻ എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് എ സൂപ്പർ സ്കെയിലർ പ്രോസസ്സർ. അടുത്ത സെഷനിൽ വി ക്യാൻ സി വെക്റ്റർ പ്രോസസ്സർ. ഓക്കെ.